ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു VR ഡിസൈൻ. അപ്പം നമ്മുടെ ഓഫർ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും മാക്സിമം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പർച്ചേസ് ഒക്കെ ചെയ്യുന്നുണ്ട്, നല്ല റിവ്യൂ ആണ് തരുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഡേ 4ൻ്റെ കളക്ഷൻസ് ആണ് കാണാൻ പോകുന്നത് കേട്ടോ. ഡേ 4ൽ വന്നിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ. ഇന്നലെ നമ്മൾ കോട്ടൺ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നത്, പക്ഷെ അത് വേറെ ടൈപ്പിലുള്ളതായിരുന്നു. ഇത് വന്നിട്ട് കോട്ടൻ്റെ സിംഗിൾ കുർത്തി, ഞാൻ വേറെ ഇരിക്കുന്ന ഈ ഷെയ്ഡും വരുന്നുണ്ട്, പിന്നെ ഒരു ലാവൻഡർ ഷെയ്ഡും വരുന്നുണ്ട്. പിന്നെ വന്നിട്ട് കുറേ കസ്റ്റമർ എനിക്ക് എൻക്വയറി ചെയ്യുന്നുണ്ടായിരുന്നു 2 പീസ് സെറ്റ് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അഫോർഡബിൾ പ്രൈസിൽ. ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു റേഞ്ചിൽ ഒരിടത്തും കിട്ടൂല. അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല മാനുഫാക്ചറിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്നതാണ്. ഇപ്പം ഞാനൊരു ഓഫർ സെയിലായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് ഓഫർ സെയിലിനൊന്നും ഇടാനുള്ള ഐറ്റംസ് അല്ല, ഇപ്പോഴും റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടിട്ട് വന്നാലോ. ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് തന്നെയാണ്. ഇതിൻ്റെ ഫാബ്രിക് എന്ന് പറയുന്നത് നല്ല ഒരു കോട്ടൺ ആണ് കേട്ടോ, ചുരുങ്ങുന്ന കോട്ടൺ ഒന്നും അല്ല. എൻ്റെ കയ്യിൽ നിന്ന് കോട്ടൺ കളക്ഷൻസ് വാങ്ങിയിട്ടുള്ള കസ്റ്റമർക്ക് അറിയാം അത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. 3/4 സ്ലീവ് ആണ്, സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സൈഡ് സെറ്റ് ആണ് വരുന്നത് കേട്ടോ. കുർത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 47 ആണ് വരുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ, നല്ല ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. അതിൽ വന്നിട്ട് വൈറ്റ് ലാവൻഡർ എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഫ്ലോറൽ വർക്കാണ് വരുന്നത്. നമുക്കതിൻ്റെ ക്ലോസ് വ്യൂ കാണാം. ഇതിൻ്റെ നെക്ക് എന്ന് പറയുന്നത് ഒരു സെമി റൗണ്ട് വി നെക്ക് എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു നെക്കാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. വേറെ വർക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല, സിമ്പിൾ ആണ്. പക്ഷെ നമുക്കൊരു ഡെയിലി വെയർ ഒക്കെ ഇട്ടിട്ട്, ഇനിയും അങ്ങോട്ട് ചൂടുകാലം വരെയാണ്, ഡെയിലി വെയർ ആയിട്ട് ഇട്ടിട്ട് പോകാൻ പറ്റിയ അടിപൊളിയാണ്. ഈ കുർത്തി വെയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നൊരു ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് എൽ സൈസ് ആണ്. നോർമലി എൽ സൈസ് എനിക്ക് കോട്ടൺ കുറച്ച് ടൈറ്റ് ആവാറുണ്ട്, പക്ഷേ ഇതെനിക്ക് കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നിയത്. എപ്പോഴും ഞാൻ കോട്ടൺ ആകുമ്പോൾ ഒരു പ്ലസ് സൈസ് യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ ഇത് എനിക്ക് അങ്ങനെ ഒരു പ്ലസ് സൈസ് യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. കറക്റ്റ് ഫിറ്റിംഗ് ആണ്. അപ്പം നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴും അതനുസരിച്ച് പർച്ചേസ് ചെയ്താൽ മതി. ഒരുപാട് കസ്റ്റമർ എൻ്റെ അടുത്ത് എൻക്വയറി ചെയ്യാറുണ്ട്, നാം വേറെ ഇരിക്കുന്ന സൈസ് ഏതാണെന്ന് ചോദിച്ചിട്ട് അങ്ങനെ പർച്ചേസ് ചെയ്തിട്ട് അവർക്ക് കറക്റ്റ് ആവാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡും വരുന്നുണ്ട്. ഇതൊരു പിങ്ക് ഷെയ്ഡാണ്. ഇതിൻ്റെ ഈ യോക്കേരിയിൽ ഇങ്ങനെ ഒരു ലാവൻഡർ ഷെയ്ഡും കൂടെ ഇങ്ങനെ ഒരു പട്ട പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു ലാവൻഡർ ഷെയ്ഡാണ് വരുന്നത്. പെക്യുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ്, ആ ഷെയ്ഡിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ബാക്കി നമ്മൾ കണ്ടതെല്ലാം സെയിം തന്നെയാണ്. അപ്പം നമ്മളിപ്പോൾ കണ്ട രണ്ട് കുർത്തിൻ്റെയും സൈസ് വന്നിട്ട് M to XXL ആണ് വരുന്നത്. പ്രൈസാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത്. ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഈ ഒരു കോട്ടൺ കുർത്തിക്ക് 399 ഉള്ളൂ, ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പോൾ അടുത്തതായിട്ട് വന്നിട്ട് നമുക്കൊരു 2 പീസ് സെറ്റ് ആണ്. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഞാനിപ്പോൾ ഇതും ആണ് ഫസ്റ്റ് വെയർ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയുടെ ഏറ്റവും എൻഡിലായിട്ട് കൊടുത്തേക്കാം. കാരണം ഓഫർ സെയിൽ ആയതുകൊണ്ടും ഞാൻ ഒരുപാട് ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെയർ ചെയ്ത് നിങ്ങൾക്ക് ബോർ അടിപ്പിക്കാത്തത്. നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം ഇഷ്ടമാവുന്ന പ്രോഡക്റ്റിൻ്റെ ഫോട്ടോസ് വന്നിട്ട് ഏറ്റവും എൻഡിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പം നമുക്ക് 2 പീസ് സെറ്റ് കണ്ടിട്ട് വന്നാലോ. ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഒരു വൈറ്റ് ഷെയ്ഡിലാണ്, വൈറ്റ് ബേസിലാണ്. ഇതിൻ്റെയൊക്കെ ഒരുപാട് 3 പീസും 2 പീസും ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല എൻക്വയറിയാണ്, കസ്റ്റമറൊക്കെ നല്ല റിവ്യൂ ആണ് നമുക്ക് തരാറുള്ളത്. അവർക്കൊക്കെ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞിട്ട്. കാരണം നല്ല കോട്ടൺ ആണ് നമ്മൾ കൊണ്ടുവരുന്നത്. അങ്ങനെ വില കൂട്ടിയിട്ട് കുറഞ്ഞ ക്വാളിറ്റി കുറഞ്ഞ കോട്ടൺ ടൈപ്പ് ഒന്നും അല്ല കൊണ്ടുവരുന്നത്, നല്ല ഇത് തന്നെയാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ബേസ് വന്നിട്ട് വൈറ്റ് ആണ് വരുന്നത്. വൈറ്റിൽ വന്നിട്ട് ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. 3/4 സ്ലീവ് ആണ്, സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. കുർത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 47 എബോവ് വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് കണ്ടോ. ഈ കുർത്തി 46-47 ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ, അത് ഇതിനേക്കാളും ലെങ്ത് കൂടുതലുണ്ട്. ഞാൻ വെയർ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഫുൾ ഫോട്ടോ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും എത്രത്തോളം ലെങ്ത് ഉണ്ടെന്നുള്ളത്. പിന്നെ ഈ 3/4 സ്ലീവ്സിൻ്റെ എൻഡിലായിട്ട് ഇങ്ങനെ മിലിറ്ററി സ്ലീവ് എന്നും കൂടെ പറയും കണ്ടോ. എന്നിട്ടൊരു ബട്ടൺ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല നമുക്ക് ഓഫീസ് വെയർ ഒക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ഇട്ടിട്ട് പോകാൻ പറ്റിയ അടിപൊളിയാണ്. ഇങ്ങനെയാണ് അതിൻ്റെ കുർത്തി വരുന്നത് കേട്ടോ. ഇതിൻ്റെ പാൻറ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും എലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പാൻറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 38ഓളം വരുന്നുള്ളൂ കേട്ടോ, 38 വരുന്നുള്ളൂ.
എനിക്കൊക്കെ 39-ൻ്റെ അത്രയും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ലെങ്ത് വരുന്നുണ്ട്. കുറച്ച് ഹൈറ്റ് കൂടിയവർക്ക് കുറച്ച് ലെങ്ത് കുറവായിരിക്കും. എന്നുവെച്ചാൽ ലെങ്ത് കുറവെന്നല്ല, ഈ 2 പീസ് അറിയാമല്ലോ, നമ്മൾ നോർമലി ഉള്ള ചുരിദാർ പോലെ അത്രയും ലെങ്ത് പാൻറ്റിന് വരത്തില്ല. കുറച്ച് ലെങ്ത് കുറഞ്ഞിരിക്കുന്നതാണ് അതിൻ്റെ ഭംഗി കേട്ടോ. ഇങ്ങനെയാണ് പാൻറ് വരുന്നത്. പാൻറ്റിനൊക്കെ എത്ര ലൂസാന്ന് നോക്കിയേ. ഇതിൻ്റെ സൈസ് ഞാൻ പറയാം. ആക്ച്വലി ഇപ്പം എൻ്റെ കൈ ഇരിക്കണമെന്ന് XL സൈസാണ് കേട്ടോ. ഇതുകൊണ്ടോ ഇത്രയും ലൂസ് പാൻറ്റാണ്, പല്ലാസ പോലെ കിടക്കുന്ന പാൻറ്റാണ് കേട്ടോ. നമുക്ക് വേറെ ആയിട്ട് കംഫർട്ടബിൾ ആണ്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് M2XXL ആണ് വരുന്നത്. പ്രൈസാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത്. 749 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. ആക്ച്വലി ഇതൊക്കെ ഒരു 899 ഒക്കെ നമ്മൾ സെല്ല് ചെയ്യാൻ ഉള്ള അത്രയും നല്ല കുർത്തിയാണ്. നമ്മൾ നോർമലി സെല്ല് ചെയ്യാണെന്നുണ്ടെങ്കിൽ 899 സെല്ല് ചെയ്യത്തുള്ളൂ. പിന്നെ ഇതൊരു ഓഫറിന് കൊണ്ടുവന്നതുകൊണ്ടാണ് ഞാൻ 749 സെല്ല് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ട കുർത്തിയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സൈസ് മെൻഷൻ ചെയ്ത് വാട്സപ്പ് ചെയ്യുക. ലിമിറ്റഡ് സ്റ്റോക്കാണ്. വേഗം വാട്സപ്പ് ചെയ്യണം. കാരണം നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ആ ഒരു ടൈമില്ല. നമ്മുടെ യൂണിറ്റിൽ അവൈലബിൾ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് എടുത്തു തരുന്നുണ്ടാവും. ഇപ്പം നമ്മൾ Day 3 വരെയും നല്ല എൻക്വയറി ഉണ്ടായിരുന്നു. ഒരുപാട് കസ്റ്റമർ നമുക്ക് എൻക്വയറി തന്നിട്ടുണ്ടായിരുന്നു. മാക്സിമം എല്ലാവർക്കും ഞാൻ കളക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയ അത്രയും കുർത്തീസ് വന്നിട്ട് ഞാൻ കളക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഹ്യൂജ് ക്വാണ്ടിറ്റി തന്നെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇനി അത് തീർന്നു കഴിഞ്ഞിട്ട് പിന്നെയും നമുക്ക് എൻക്വയറി വന്നപ്പോൾ നമ്മൾ അതെല്ലാം കളക്ട് ചെയ്ത് മാക്സിമം ആ ഒരു എന്താ പറയുക, കസ്റ്റമർക്ക് നമ്മൾ സെല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് നോക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ 5K ആയതിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വാച്ച് ചെയ്യാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഷെയർ ചെയ്യാനും, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എനിക്ക് മെസ്സേജസ് ഒക്കെ അയക്കുന്നുണ്ട്. നമ്മുടെ ഈ ഓഫർ സെയിൽ വീഡിയോ ഒക്കെ നിങ്ങൾ മെസ്സേജ് അയക്കുന്നുണ്ട്. അതിനുള്ള കമൻറ്റ്സ് ഒക്കെ നിങ്ങൾ എനിക്ക് അറിയിക്കുന്നുണ്ട്. അതിനെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെൽ ഐക്കണോട് എന്നെ വിളിച്ച് മറക്കില്ല കേട്ടോ. എങ്കിൽ ഞാൻ ഇനി അങ്ങോട്ട് ഇടുന്ന ഇതുപോലത്തെ ഓഫർ സെയിലൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. കുറേ കസ്റ്റമറൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്, മാം നോട്ടിഫിക്കേഷൻ ലേറ്റ് ആയി പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ മെസ്സേജ് അയക്കുമ്പോഴത്തേക്കൊക്കെ സോൾഡ് ഔട്ട് ആയി പോകുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ സെയിൽ നേരത്തെ അനൗൺസ് ചെയ്തതിന് ശേഷം, നോർമലി അനൗൺസ് ചെയ്യാറില്ല, അനൗൺസ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഓഫർ ഇട്ടത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും സൈനിങ് ഓഫ്, ഗൗരി ഹർഷ്.